അങ്ങനെ 2 ദിവസത്തെ IPL ലേലം കഴിഞ്ഞിരിക്കുകയാണ്. മുഴുവൻ താരങ്ങളും വിറ്റുപോയിരിക്കുകയാണ്. ഒരുപാട് താരങ്ങൾ അൺസോൾഡായി. എന്തായാലും ലേലം വെള്ളി അവസാനിച്ചു. അപ്പോൾ ഓരോ ടീമുകളും 2 ദിവസമായിട്ട് വാങ്ങിച്ച താരങ്ങളുടെ ഫുൾ ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ടീം ലക്നൗ ആണ്. ലക്നൗ വാങ്ങിച്ച താരങ്ങൾ ഇവരാണ്: ഋഷഭ് പന്ത് 27 കോടി, ഡേവിഡ് മില്ലർ 7 കോടി, ഏഡൻ മാർക്രം 2 കോടി, മിച്ചൽ മാർഷ് 3 കോടി, ആവേശ് ഖാൻ 9 കോടി, അബ്ദുൾ സമദ് 4 കോടി, ഷഹബാസ് അഹമ്മദ് 2.5 കോടി. കൂടാതെ കുറച്ച് യുവതാരങ്ങളെയും ലക്നൗ ടീം വാങ്ങിച്ചിട്ടുണ്ട്. ഋഷഭ് പന്തിനെ 27 കോടിക്ക് വാങ്ങിച്ചതാണ് LSGയുടെ ഏറ്റവും വലിയ മുതൽ മുടക്ക്. അടുത്ത ടീം ഗുജറാത്ത് ലേലത്തിൽ വാങ്ങിച്ച താരങ്ങൾ: ജോസ് ബട്ട്ലർ 15 കോടി, സിറാജ് 12 കോടി, പ്രസിദ്ധ് കൃഷ്ണ 9 കോടി, വാഷിംഗ്ടൺ സുന്ദർ 3 കോടി, ഇശാന്ത് ശർമ്മ 75 ലക്ഷം, കഗീസോ റബാദ 10 കോടി. കൂടാതെ കുറച്ച് യുവതാരങ്ങളെയും ഗുജറാത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അടുത്ത ടീം ഹൈദരാബാദ് ആണ്. ഹൈദരാബാദ് ലേലത്തിൽ വാങ്ങിച്ച താരങ്ങൾ ഇവരാണ്: ഹർഷൽ പട്ടേൽ 8 കോടി, ഷമി 10 കോടി, ഇഷാൻ കിഷൻ 11 കോടി, രാഹുൽ ചഹർ 3 കോടി, ആദം സാംബെ 2 കോടി. ഇവരെയാണ് ഹൈദരാബാദ് വാങ്ങിച്ചിരിക്കുന്നത്. ഇവരിൽ ഹൈദരാബാദ് റെക്കോർഡ് തുകയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത് ഇഷാനാണ്. മുംബൈ ടീമിൽ നിന്ന് ഇഷാനെ ഹൈദരാബാദ് വാങ്ങിച്ചു. അടുത്തത് ഡൽഹി വാങ്ങിച്ച താരങ്ങൾ: KL രാഹുൽ 14 കോടി, സ്റ്റാർക്ക് 11 കോടി, ഹാരി ബ്രൂക്ക് 6 കോടി, ജേക്ക് ഫ്രൈസർ 9 കോടി, നടരാജൻ 10 കോടി, സമീർ റിസ്വി 95 ലക്ഷം, ആശുതോഷ് ശർമ്മ 3 കോടി, മോഹിത് ശർമ്മ 2 കോടി, മുകേഷ് കുമാർ 8 കോടി, ഡുപ്ലസി 2 കോടി. ഡൽഹി ടീം ഒരു ലോഡ് താരങ്ങളെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തിരിക്കുന്നത് രാഹുലിന് വേണ്ടിയാണ്. അടുത്തത് പഞ്ചാബ് വാങ്ങിയ താരങ്ങൾ: അർഷദീപ് സിംഗ് 18 കോടി, ശ്രേയസ് അയ്യർ 26 കോടി, യുസ്വേന്ദ്ര ചഹൽ 18 കോടി, സ്റ്റോയിനസ് 11 കോടി, മാക്സ്വെൽ 4 കോടി, നേഹൽ വധേര 4 കോടി. അതുപോലെ തന്നെ മലയാളി താരം വിഷ്ണു വിനോദ് 95 ലക്ഷം, മാർക്കോ ജാൻസൺ 7 കോടി, ലോക്കി ഫർഗൂസൺ 2 കോടി. വേറെയും യുവതാരങ്ങളെ പഞ്ചാബ് വാങ്ങിച്ചിട്ടുണ്ട്. ശ്രേയസ് അയ്യർക്കാണ് റെക്കോർഡ് തുക. അടുത്തത് കൊൽക്കത്ത വാങ്ങിച്ച താരങ്ങൾ: വെങ്കടേഷ് അയ്യർ 23 കോടി, കിൻഡൻ ഡീകോക്ക് 3 കോടി, ഗുർബാസ് 2 കോടി, ആനിച്ച് നോർജെ 6 കോടി, റോമാൻ പവൽ 1.5 കോടി, മനീഷ് പാണ്ഡെ 75 ലക്ഷം. അടുത്ത ടീം RCB ആണ്. RCB വാങ്ങിച്ച താരങ്ങൾ ഇവരാണ്: ലിവിങ്സ്റ്റൺ 8 കോടി, സാൾട്ട് 11 കോടി, ജിതേഷ് ശർമ്മ 11 കോടി, ഹേസൽവുഡ് 12 കോടി, ഭുവനേശ്വർ കുമാർ 10 കോടി, കൃണാൽ പാണ്ഡ്യ 5 കോടി, ടിം ഡേവിഡ് 3 കോടി, റൊമേരി ഷിപ്പേഡ് 1.5 കോടി, ദേവദത്ത് പടിക്കൽ 2 കോടി. ഇവരെയാണ് RCB വാങ്ങിച്ചിരിക്കുന്നത്. ഇനി മുംബൈ ഇന്ത്യൻസ് വാങ്ങിച്ച താരങ്ങൾ: ട്രെന്റ് ബോൾട്ട് 12 കോടി, നമാൻതിർ 5 കോടി, ദീപക് ചഹർ 9 കോടി, വിൽ ജാക്സ് 5 കോടി, മിച്ചൽ സാറ്റ്നർ 2 കോടി, റീസി ടോപ്ലി 75 ലക്ഷം, അർജുൻ തെണ്ടുൽക്കർ 30 ലക്ഷം. ട്രെന്റ് ബോൾട്ടും വിൽ ജാക്സുമാണ് മുംബൈ വാങ്ങിച്ച ഏറ്റവും മികച്ച 2 താരങ്ങൾ. CSK വാങ്ങിച്ച താരങ്ങൾ: ഡെവോൺ കോണവേ 6 കോടി, രാഹുൽ ത്രിപാഠി 3 കോടി, രവിചന്ദ്രൻ അശ്വിൻ 9 കോടി, രജിൻ രവീന്ദ്ര 4 കോടി, ഗലീൽ അഹമ്മദ് 4 കോടി, നൂർ അഹമ്മദ് 10 കോടി, വിജയ് ശങ്കർ 1 കോടി, സാം കറൻ 2 കോടി, ദീപഹൂഡ 1.5 കോടി. സാം കറൻ CSK ടീമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അതുപോലെ അശ്വിൻ 10 വർഷങ്ങൾക്ക് ശേഷമാണ് CSK ടീമിൽ തിരിച്ചെത്തുന്നത്. അവസാനത്തെ ടീം രാജസ്ഥാനാണ്. രാജസ്ഥാൻ ലേലത്തിൽ വാങ്ങിച്ച താരങ്ങൾ: ജോഫ്രെ ആർച്ചർ 12 കോടി, മഹീഷ് തീക്ഷ്ണ 4 കോടി, ഹസരംഗ 5 കോടി, ആകാശ് മധുവാൾ 1 കോടി, തുഷാർ ദേശ്പാണ്ഡെ 6 കോടി, നിതീഷ് റാണ 1 കോടി. അതുപോലെ 13 വയസ്സുള്ള വൈഭവ് സൂര്യവൻശി 1 കോടി. എന്തായാലും എല്ലാ ടീമുകളും തകർത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.